പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമുക്ക് ഈശ്വരൻ്റെ 96 തത്വങ്ങൾ ഏതാണെന്ന് ഒന്ന് ചുരുക്കമായിട്ട് നോക്കാം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ ഹരിനാമകീർത്തനം എന്ന ഖണ്ഡകാവ്യത്തിലെ 25-ാമത്തെ ശ്ലോകം ഇപ്രകാരമാണ്: അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ എൺമൂന്നുമേഴുമഥ ചൊവ്വോടൊരഞ്ചുമപി രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായ നമ. ഭക്തൻ യോഗം കൊണ്ടും ഭക്തി കൊണ്ടും സാക്ഷാത്കരിക്കേണ്ട പരംപുരുഷൻ്റെ അഥവാ പരബ്രഹ്മത്തിൻ്റെ, ഈശ്വരൻ്റെ 96 തത്വങ്ങളാണ് ഈ 4 വരിയുള്ള ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് ഈശ്വരൻ്റെ സർവവ്യാപിത്വത്തെ വിശദീകരിക്കുന്നതാണ്. ഈ തത്വങ്ങൾ എൻ്റെ മനസ്സിൽ ഉറയ്ക്കാനായി സച്ചിദാനന്ദ പരമഗുരുവായ നാരായണനെ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്മുടെ തുഞ്ചത്താര ആചാര്യനെ പോലെയുള്ള മഹാനുഭാവന്മാർ അവരുടെ ശ്ലോകങ്ങളിലൂടെ എത്രയോ ആധ്യാത്മിക തത്വങ്ങളാണ് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. ഈ 4 വരിയുള്ള ഒരു ശ്ലോകത്തിൽ ഈശ്വരൻ്റെ 96 തത്വങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശരിക്കും അത്ഭുതം തന്നെ. നമുക്കതൊന്ന് നോക്കാം. അയ്യഞ്ചും, അത് 5 × 5, അയ്യഞ്ച് 25, അയ്യഞ്ചും അഞ്ചും ഉടൻ അയ്യാറും, ഒരു 5ഉം ഒരു 6ഉം, ഉടൻ ഔവണ്ണം 8ഉം ഒരു 8, ഉടൻ എൺമൂന്നും, 8 × 3 എൺമൂന്ന് 24, എൺമൂന്നും 7ഉം അഥാ ചൊവ്വോടൊരു 5ഉം അഭി 2 അതായത് 2 1 തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായ നമ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 5 25, 5 30, 5 35, 6 41, 8 49, 8 57 അധികം 83, അതായത് 24 അധികം 7 അധികം 5 അധികം 2 അധികം 1, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 96 എന്ന് കിട്ടും. അപ്പോൾ ഈ 96 തത്വങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് ഈ താഴെ പറയുന്ന പ്രകാരമാണ്, ഇനി പറയുന്ന പ്രകാരമാണ്. അതായത് പഞ്ചഭൂതങ്ങൾ 5: ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി അഥവാ ഭൂമി. അങ്ങനെ പഞ്ചഭൂതങ്ങൾ 5. പഞ്ചതന്മാത്രകൾ, അതിന് പഞ്ചവിഷയങ്ങളെന്നും പറയും. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ: ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്. അവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ കേൾവി, സ്പർശം, കാഴ്ച, രുചി, ഘ്രാണം മുതലായവയാണ്. അതുപോട്ടെ. അതുപോലെ കർമ്മേന്ദ്രിയങ്ങൾ 5: വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഇതാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. ആ കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 5 കർമ്മങ്ങൾ ഏതൊക്കെയാണ്? വചനം, ദാനം, ഗമനം, വിസർജനം, പ്രത്യുൽപാദനം. അപ്പോൾ ഇതാണ് 5 × 5, അയ്യഞ്ച് എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 കർമ്മങ്ങൾ. അപ്പോൾ അയ്യഞ്ച് 25. അടുത്തത് അതിൻ്റെ കൂടെ ഒരു 5, അതേതാണ്? പഞ്ചപ്രാണനുകളാണ്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ഇതാണ് പഞ്ചപ്രാണനുകൾ. അയ്യഞ്ചും 5ഉം ഉടൻ 6ഉം, പിന്നെ ഒരു 5ഉം ഒരു 6ഉം.
ആ 5 ഉപപ്രാണനുകളാണ്. നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇങ്ങനെ 5 ഉപപ്രാണനുകൾ. പിന്നെ ഒരു 6. അതെന്താണ്? 6 ഷഡാധാരങ്ങളാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇതാണ് ഷഡാധാരങ്ങൾ. അപ്പോൾ ഐ 5 ഉടൻ ഐ 6 8 ഉടൻ എൺ 3, അതായത് 8 മൂന്നുകൾ. അതിൻ്റെ ഇടയ്ക്ക് ഐ 6 കഴിഞ്ഞിട്ട് ഐ 6 8 ഉടനുണ്ട് അല്ലേ. ഐ 6 കഴിഞ്ഞിട്ട് അഷ്ടരാഗങ്ങളുണ്ട്. രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. ഇതാണ് അഷ്ടരാഗങ്ങൾ. പിന്നെ അഷ്ടകരണങ്ങളുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പം, നിശ്ചയം, അഭിമാനം, അവധാരണം. ഇങ്ങനെ അഷ്ടകരണങ്ങൾ. അപ്പോൾ ഐ 5 ഐ 6 8 ഔവണ്ണം ഒരു 8. ഇനിയാണ് എൺ 3. 3 വീതമുള്ള 8. അതായത് നാഡികൾ 3: ഇട, പിങ്കള, സുഷുമ്ന. ദോഷങ്ങൾ 3: വാതം, പിത്തം, കഫം. ഏഷണങ്ങൾ 3: പുത്രേഷണ, വിത്തേഷണ, ദാരേഷണ. മണ്ഡലങ്ങൾ 3: സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, അഗ്നിമണ്ഡലം. ഗുണങ്ങൾ 3: സത്വം, രജസ്, തമസ്. അവസ്ഥകൾ 3: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ആധികൾ അഥവാ താപങ്ങൾ 3: ആധി ആത്മികം, ആധി ഭൗതികം, ആധി ദൈവികം. ശരീരങ്ങൾ 3: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഇങ്ങനെ 3 വീതമുള്ള 8. അതാണ് എൺ 3. ഈ 7 അടുത്തൊരു 7. അത് സപ്തധാതുക്കളാണ്. രസം, രക്തം, മാംസം, മേധസ്, മജ്ജ, അസ്ഥി, രേതസ് അഥവാ ശുക്ലം. അങ്ങനെ 7 ധാതുക്കൾ. എൺ 3 7 മത ചൊവ്വോടൊരു 5. അടുത്തത് വേറൊരു 5. അത് പഞ്ചകോശങ്ങളാണ്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. അങ്ങനെ 5 കോശങ്ങൾ. പിന്നെയോ ചൊവ്വോടൊരു 5 അഭി 2 1 തത്വം. ഒരു 2 ഒരു 1, അതായത് 3. അത് ത്രിമൂർത്തികളാണ്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ അഥവാ ശിവൻ. ആ തത്വത്തിൽ മേവുന്ന നാഥ ഹരി നാരായണായ നമ എന്നാണ്. അപ്പോൾ ഈ അക്കങ്ങളെല്ലാം കൂടി കൂട്ടുമ്പോൾ 96 എന്ന് നമുക്ക് കിട്ടും. ഈ 96 തത്വങ്ങളാണ് ഈശ്വരൻ്റെ തത്വങ്ങൾ എന്ന് പറയപ്പെടുന്നു. അതാണ് ഈ 4 വരിയുള്ള ശ്ലോകത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്ക് ചേർത്ത് തന്നിരിക്കുന്നത്. നമ്മളിതെല്ലാം വായിക്കുമ്പോൾ ഇതിൻ്റെ ആന്തരാർത്ഥങ്ങളിലേക്ക് പലരും കടക്കാറില്ല. ഇതുപോലെ ആന്തരാർത്ഥം കൂടി മനസ്സിലാക്കി നമ്മളത് ജപിക്കുകയാണെങ്കിൽ അത് വളരെയധികം അർത്ഥവത്തായി മാറും. അതുകൊണ്ട് എല്ലാവരും അത്തരത്തിൽ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഓം നമോ ഭഗവതി വാസുദേവായ.